5-ാമത്തെ അധ്യായം പറയുന്നു, ആരൊക്കെ ദൈവത്താൽ ജനിക്കപ്പെട്ടിരിക്കുന്നു അവർ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അവർ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ആരാണ് ജയിച്ചിരിക്കുന്നത്? ആരാ ജയിച്ചിരിക്കുന്നത്? ആരാ ജയിച്ചത്? ദൈവത്താൽ ജനിക്കപ്പെട്ടവർ. അപ്പോൾ ദൈവത്തെ ഈ ലോകത്തിനെ അതിജീവിക്കാൻ അല്ലെങ്കിൽ ഈ ലോകത്തെ ജയിക്കാൻ പറ്റത്തില്ലാത്ത ഒരു കൂട്ടരുണ്ട്. അവരാരാണ്? ദൈവത്താൽ ജനിക്കപ്പെടാത്തവര്. അപ്പോൾ ശ്രദ്ധിക്കുക, എങ്ങനെയാണ് ദൈവത്താൽ നാം ജനിക്കപ്പെടേണ്ടത്? അതാണ് യോഹന്നാൻ സുവിശേഷം 3-ാമത്തെ അധ്യായം 3, 4, 5 പ്രതിപാദിക്കുന്നത്. ഒരുവൻ ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ അവൻ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പോൾ ദൈവത്താൽ ജനിക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ ജനിക്കുന്നു, വചനത്താൽ ജനിക്കുന്നു, ആത്മാവിനാൽ ജനിക്കുന്നു. ഹല്ലേലൂയ. ആ സിസ്റ്റത്തിനെ ജയിക്കുവാൻ നിനക്കും എനിക്കും അധികാരമുണ്ട്, ശക്തിയുണ്ട്. കാരണം നിങ്ങളും ഞാനും ജനിച്ചത് ദൈവത്താലാണ്. ഹല്ലേലൂയ. ദൈവത്താൽ ജനിക്കുന്ന ആ വ്യക്തിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ദൈവവചനം നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങി ആ മനസ്സിൽ നിന്നും ഉരുവിടുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവത്തിന്റെ വചനം ആഴമായി ഇറങ്ങുകയും നമ്മളെ ബലപ്പെടുത്തുകയും നമ്മളെ ശക്തീകരിക്കുകയും നമ്മളെ ജയിപ്പിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തുവിനോടുള്ള സ്നേഹം, എരിവുള്ള സ്നേഹം ശക്തിപ്പെടണമെങ്കിൽ ഡേ ടു ഡേ ലൈഫിൽ എല്ലാ ദിവസവും ശക്തിപ്പെടണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സഹായം നമുക്ക് കൂടിയേ തീരും. ഹല്ലേലൂയ. അത് ഞാൻ നമ്മുടെ ധ്യാനത്തിൽ പലപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. How to become a good friend with the Holy Spirit. പരിശുദ്ധാത്മാവുമായിട്ട് എങ്ങനെയാണ് ആത്മാവിനെ സഹായിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ.